എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഓരോന്നും ഞാൻ ചിന്തിച്ച് ഓരോ വിഷയങ്ങൾ ഞാനിങ്ങനെ സത്യമായി പുറത്തേക്ക് കൊണ്ടുവരും. അപ്പം അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ വിഡിത്തമായിട്ടോ വല്ല വിഡിത്തമായിട്ടൊക്കെ തോന്നാം. അതൊന്നും എൻ്റെ വിഷയമല്ല. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും കുഴപ്പമില്ല. എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ അറിയിക്കുക എന്നതിനാണ് ഞാനൊരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ സത്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇല്ലെങ്കിലോ നിങ്ങൾ മനസ്സിലാക്കണ്ട. എനിക്കെന്താ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു അന്ധവിശ്വാസമോ സംശയരോഗമോ ഒന്നും ആരിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല. ഞാൻ പറയുന്നത് എന്നിൽ നിന്ന് ഉണർന്നു വരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾക്ക് തോന്നും അത് വിഡിത്തമാണ്, തെറ്റാണ് എന്നൊക്കെ തോന്നുന്നതൊക്കെ എന്തെങ്കിലും തോന്നിയോളി നിങ്ങൾക്ക്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൂജാരിമാരെ കുറിച്ചാണ്. ഓരോ പൂജാരിമാരും ആരാണ്? അവരമ്മയാണ്. അവരമ്മയ്ക്ക് തുല്യമാണ് ഓരോ പൂജാരിമാരും. മനസ്സിലാവണുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ ഒരമ്മ ഒരു കുഞ്ഞിനെ എപ്രകാരം പരിപാലിക്കുന്നുവോ അപ്രകാരം പരിപാലിക്കുകയാണ് ഓരോ പൂജാരിമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? രാവിലെ മുറി തുറന്ന് കുളിപ്പിക്കുന്നു, ശ്രീലകം തുറന്ന് കുളിപ്പിക്കുന്നു, അവരെ തോർത്തുന്നു, അവരെ അലങ്കരിക്കുന്നു, ദേവതകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, പൂജകൾ നൽകുന്നു, താലോലിക്കുന്നു, ഉറക്കുന്നു, പിന്നെ ഉണർത്തുന്നു, അല്ലേ? ഇതെല്ലാം പൂജാരിമാർ ചെയ്യുന്നു. അപ്പോൾ ഓരോ പൂജാരി അമ്മയല്ലേ പറയും നിങ്ങൾ? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതാണ് സത്യം. അമ്മയാണ് ഓരോ പൂജാരിമാരും. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കൂ ഞാൻ പറഞ്ഞത്. പിന്നെ കുറ്റം പറയുകയാണെങ്കിൽ എല്ലാം കുറ്റമാണ്, അല്ലേ? കുറ്റം പറയുന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര നല്ല കാര്യം ചെയ്താലും അതിലൊരു കുറ്റം കണ്ടുപിടിക്കുന്നവൻ കുറ്റം കണ്ടുപിടിക്കും. അത് അവൻ്റെ ജോലിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ പൂജാരിമാരെ കുറിച്ചൊക്കെ തെറ്റായ ധാരണകൾ പലർക്കുണ്ടോ. പണിയൊന്നും എടുക്കാണ്ട് തിന്നാലോ, പണിയൊന്നും എടുക്കാണ്ട് തിന്നു, തൈരും പരിപ്പും കൂട്ടി തിന്ന് അവൻ്റെ ശരീരം ഇരിക്കണമൊക്കെ എന്നൊക്കെ പറയണ ചില ദുഷ്ട മനസ്സിൻ്റെ ഉടമകളുണ്ട്. എന്നൊക്കെ പറയണവർ അവരൊന്ന് പോയി നോക്കട്ടെ പൂജ ചെയ്യാനായിട്ട്. അപ്പം അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും. എന്ത് ജോലിക്കാണ് അധ്വാനമില്ലാത്തത്? ഓരോ വ്യക്തികളും ചുരുണ്ടുകൂടി പുതച്ച് മൂടി കിടക്കുന്ന ആ സമയത്ത് പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് വെള്ളത്തിൽ കുളിച്ച്, തണുത്ത വെള്ളത്തിൽ കുളിച്ച്, അമ്പലം എവിടെയോ ആ അമ്പലത്തിലേക്ക് എത്തിച്ചേർന്ന് ഇതെല്ലാം ചെയ്യണം. ഒരു ബന്ധുണ്ടോ? ഒരു ഗവൺമെൻറ് മുടക്കുണ്ടോ അമ്പലത്തിന്? ഒരു ബന്ധുണ്ടോ? ഹർത്താലുണ്ടോ? ഒന്നുമില്ല. ഏത് സമയവും ഈ അമ്പലത്തിൽ തന്നെയാണ് പൂജാരിയുടെ ജീവിതം. അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട്, മക്കളുണ്ട്, അവരുടെ വിവാഹങ്ങളുണ്ട്, സൽക്കാരങ്ങളുണ്ട്. പക്ഷെ ഒരു പൂജാരിക്ക് അതിലൊക്കെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ലീവ് എടുക്കണം. ലീവ് എടുക്കുമ്പോൾ ആ പൂജാരിക്ക് മറ്റൊരു പൂജാരിയെ വെച്ച് കൊടുക്കണം. അപ്പോൾ ആ പൂജാരിയെ വയ്ക്കുമ്പോൾ അങ്ങോർക്കുള്ള ശമ്പളം നമ്മൾ തന്നെ കൊടുക്കണം. ഈ പൂജാരി തന്നെ കൊടുക്കണം, മുടക്കെടുത്ത പൂജാരി തന്നെ കൊടുക്കണം, അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കും മക്കളെ, പൂജാരിമാരുടെ കഷ്ടപ്പാടുകൾ. പറയുന്നവർക്ക് പറയാം അങ്ങനെ ഇങ്ങനെയെന്ന്. മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ വലിയ മഹാക്ഷേത്രത്തിൽ പൂജിക്കുന്നവർക്കൊക്കെ പണമുണ്ട്. പക്ഷേ സാധാരണ കൊച്ചു ക്ഷേത്രത്തിൽ പൂജിക്കുന്നവർക്ക് എന്ത് വരുമാനമാണുള്ളത്? എന്ത് ശമ്പളമാണുള്ളത്? അപ്പോൾ ആരും നിങ്ങൾ അവഗണിക്കരുത്. എല്ലാറ്റിനും അതിൻ്റേതായ വിലയും നിലയും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോയ്ക്ക് മക്കൾ ലൈക്ക് ചെയ്യാമോ? എന്നാൽ ലൈക്ക് ചെയ്യേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. പൂജാരിമാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ വന്ന വല്ല മക്കളും ഉണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം? ആ ബെല്ല് ബട്ടൺ, ചുവന്ന ബട്ടൺ ഒന്ന് അമർത്തണം. എങ്കിലേ എൻ്റെ മനോഹരമായ വീഡിയോകളും എൻ്റെ സൗന്ദര്യമായ മുഖങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.